ഗൈസ് വെൽക്കം ബാക്ക് ടു RX Pro Player. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഈ സാധനം കണ്ടു. ഇത് എന്താന്ന് എനിക്കറിയില്ല. ഇതാ ഗൈസ് കണ്ടോ, ഇതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. ഇതെന്താ മീന്? ഞാൻ വെറുതെ ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു. ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ അതെങ്ങനെ നോക്കുമ്പോൾ അതാ അവിടെ ലൈറ്റ്, ഇവിടെ ഇത്, പിന്നെ ക്രീപ്പറിൻ്റെ ബ്ലോക്കില്ലേ മഴ, ഇതിനെന്താ പറയുക, സാൻഡ്. ഈ ഗൈസ് ഇതുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ ഇൻവെൻറ്ററിയിൽ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ വീഡിയോന് എന്താണെന്നറിയില്ല. വീഡിയോയിൽ ഞാൻ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് വെറുതെ ഇങ്ങനെ കളിക്കുമായിരുന്നു. കുറച്ച് നേരം കേട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഈ സാധനം കണ്ട്. എന്തായാലും ഇതാ ഡ്രൗൺ ഇരിക്കണം. ഏയ് മഹാൻ, വാട്ടർ മഹാൻ. എൻ്റെ അങ്ങോട്ട് നോക്കണ്ട, ഞാൻ ഇപ്പം തരാം. ഒരു മിനിറ്റ് വേണ്ടേ. 3, 2, 1 ഗോ. ഇനി വേണോ? അയ്യോ ഗൈസ്, എൻ്റെ കയ്യിൽ എന്നാടെ കളേ. ഈ സാധനം എന്താ? ആ കയ്യിരിക്കണ സാധനിക്ക് വേണം. അവിടെ ഡ്രോണ് ഒന്ന് തരുമോ? സോറി. അയ്യോ, ഇതിൽ ഇതെന്താന്ന് അറിയണവരുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബ്രോ. എന്നെ എന്താ നോക്കിയിരിക്കുക? വേഗം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയണത് എന്താന്ന്. എന്നാലും ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടു. ഓ, ഞാനിപ്പോൾ എന്തെങ്കിലും കേഴ്സ്ഡ് വേൾഡിലാണോ വന്നിട്ടുണ്ട്? ഓ ഇതാ ഇവിടെ ഞാനും സോറി ഞാനുമല്ല, ഞാനിത് അവിടെ കുഴിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ടാറ്റ്പോളിനെയും പിന്നെ കിട്ടും. എന്നിട്ട് അതിനെ കൊന്നു ഫിഷിനെ. ലോല രാജീവൻ ഏതോ. ഓ ഇവിടെ വേൾഡ് ഇല്ല, അങ്ങോട്ട് പോണം. അയ്യോ, നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് കേട്ടോ? ഒരൊന്നുമില്ല കഴിച്ച, എൻ്റെ ഇയർഫോണൊന്ന് ചെറുതായിട്ട് പോയതാ. ഇയർപോഡ്സ് ഗൈസ്, ഇവിടെ നമ്മുടെ നന്ദിക്കുണ്ട്. നന്ദിക്ക് പറയാൻ പറഞ്ഞതാ ഇയർപോഡ്സ്. പറഞ്ഞു എന്താ ഗൈസ്, നമ്മുടെ നന്ദിക്കോടെ മടി പിടിച്ചിട്ട് ഒന്നും പറയുന്നില്ലേ. ഗൈസ് ഓ ഗൈസ്, നന്ദിക്ക് ഇയർപോഡ്സ് താഴെ വീണെന്ന് പറഞ്ഞാണ് എന്നെ എത്ര നേരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓ ഗൈസ്, ഞാൻ ബാക്കോ ഞാൻ ഓടായിരുന്നു.
നമ്മളിന്ന് കളയാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ആദ്യം പറഞ്ഞു ഗായ്സ്, ഞാനൊന്ന് മൈൻക്രാഫ്റ്റ് ഒന്ന് കളിക്കട്ടെ. ഓക്കെ ആണ് ഇന്ന്. എടാ മാറടാ, ഞാൻ കളിക്കട്ടെ. 1 2. എനിക്കൊന്നും വേണ്ടാടാ, അത് എയർപോർട്സ് കിട്ടുക. ഗായ്സ് ഇവിടെ ആവശ്യമെല്ലാം പൊട്ടിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ താഴത്തു കൂടെ പോവുകയാണ്. നിങ്ങൾക്ക് വെള്ളത്തിൽ കാണാം നല്ല മനോഹരമായ ലോകം. വെള്ളം എന്താ ഗൈസ് ഇത്? മനോഹരമായ ലോകം തന്നെ. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ വെളിച്ചൊക്കെ വരുന്നുണ്ടല്ലോ. അത് മറ്റേ ക്യാൻറ്റീന്നാ. നിങ്ങൾ ആദ്യം കണ്ട സാധനം ഉണ്ടല്ലോ, എന്താന്ന് അറിയണവര് കമന്റ് ചെയ്യണം കേട്ടോ. ആര് കെട്ടിടം പണിഞ്ഞതായിരിക്കും ഒരാള്, അത് താഴെ വീടതായിരിക്കാം. ആര് പണിഞ്ഞത് ആവോ? ആരെയിലൊക്കെ പണിയൂലോ സാധനങ്ങള്. ഇനി വീട്ടിൽ നമ്മളെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹീറോ ബ്രെയിനും മറ്റേ NDT 303 ഒന്നും ഇല്ല, പിന്നെ നോച്ചോ അതൊന്നും ഇല്ല. ആരെങ്കിലൊക്കെ പണിഞ്ഞതായിരിക്കാം. എന്നാൽ നമുക്ക് ഓൾഡിന്ന് പോവാ നല്ലത്. ഇവിടെ കുറേ ക്യാൻഡിൽസ് ഉണ്ട്. ക്യാൻഡിൽസ് എങ്ങനെ ഈ വെള്ളത്തിൽ ഇതാവുന്നത് എനിക്ക് മനസ്സിലാവും. നമ്മൾ ഇരുണ്ട ഭാവനയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഒരു ചെസ്റ്റ്? ഓ, നമ്മൾ ആദ്യം കണ്ട ആ ഭാഗത്തെത്തി ഗൈസ്. നമ്മൾ ആദ്യം മറ്റേ സാധനത്തിനെ കണ്ടില്ലേ, ആ ഭാഗത്തെത്തി. എന്തോ ഒരു അത്ഭുതം പോലെയാണ്. എന്തോ നമ്മളൊരു ഇത് കണ്ടു, അത് കണ്ട് പെട്ടെന്ന് ഇതിലേക്ക് വന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോവാൻ. ഡ്രോൺ. ഹായ് ഡ്രോൺ. പറക്കൂലേ നീ? ഡ്രോണോ? ഡ്രോൺ ഏകദേശം സാധനം തന്നെ. നമുക്കിവിടെ ഒരു കുഴി ഉണ്ടാക്കാം. വെറുതെ കുഴി ഉണ്ടാക്കിക്കൂടെ? ലൊല്ല മേരാ ജീവൻ ആടുന്നു. കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമായിരിക്കും. അല്ല ഗായ്, ഫുള്ള് വെള്ളമായിരിക്കില്ലേ? അതിനിപ്പം ഞാനും കാണും. ഒന്നും വേണ്ട. എനിക്ക് പിന്നെ എന്താ പോയാ ഒരു കുഴപ്പമില്ല. ഒന്നും വരുമൊന്നുമില്ലല്ലോ. ഇല്ല, ഒന്നും വരില്ല. മിന്നണ പോലെ ഉണ്ട്. എന്ത് പിന്നെ? വടക്കം. വടക്കം മിന്നി. വടക്കം പൊട്ടുകയല്ലേ ചെയ്യ. ഓ, സാൻഡിന്റെ സൗണ്ട് നല്ല സൗണ്ടാ. അന്ന് ഇയർഫോൺ വെച്ചിട്ടില്ല. ഇയർഫോൺ അല്ലടാ, ഇയർപോഡ്സ്. അയ്യോ, ഇയർപോഡ്സിന് വയറില്ലാത്തതിനെ പറയാ. നമ്മളുടെ വയറില്ലല്ലോ. നമ്മുടെ കയ്യിൽ വയറുണ്ടല്ലോ. ഇല്ല, അവൻ വെറുതെ നമ്മളൊക്കെ കൊച്ചാക്കാൻ വേണ്ടി പറയണം. അവൻ്റെ ഇയർപോഡ്സ് തന്നെ കയ്യില്. എൻ്റെ കയ്യിൽ ഇയർപോഡ്സ് ആണ്. ഇവൻ നിങ്ങൾ എത്രയും നേരം കളിപ്പിക്കുകയായിരുന്നു. അതാണ് ഞാൻ നേരത്തെ ഇയർപോഡ്സ് എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നത്. എല്ലാവരും ഞാൻ വെറുതെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് പറയണല്ല ഉണ്ടായിരുന്നത്. ഇതാ ഇവിടുന്ന് വേറെ ബബിൾ വരുന്നു. നമുക്ക് പോയി നോക്കിയാലോ? ഈ ബബിളിൻ്റെ ഉള്ളിൽ ആയിക്കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടും. അല്ല ഗായ്സ്, ഇത് ഇല്ലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മേലേക്ക് പോകും. അങ്ങനെ അത് ഈ പറക്കണത് നിർത്തണം. മതി, നീ ഒന്ന് പോയി കേടുന്ന്. ഓരോന്നും പിടിച്ചാ മതി. എടാ വിട്. ഇവിടെ ഏതോ ഒരു ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അതെന്താ ഗൈസ് അവിടെ ഒരു ഓട്ട? അത് ഓട്ടയല്ല, എന്തോ ഒരു വഴിയുണ്ട് അതിന്. നമ്മളെന്തൊക്കെ കണ്ടുപിടിക്കണ്ടാ. ഇതെന്താ? അതെന്താ? ഒരു
സാധനം ഗ്ലോ ചെയ്തത്? അവിടെ എന്തോ ഗ്ലോ ചെയ്തു. ഇരുട്ടത്ത് എന്തോ ഗ്ലോ ചെയ്ത പോലെ ഉണ്ട്. ഞാൻ ഒന്നുകൂടി എൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഇതായിരുന്നല്ലേ ഇവിടെ? ഇതല്ലേ ഗൈസ്? എന്തോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഗൈസ്. ഇരുട്ടായി, നമുക്ക് നോക്കാം. ഇപ്പൊ ഇരുട്ടായി ഗൈസ്. അത് ഗ്ലോസ് കിഡ് ആണോ? ഗ്ലോസ് കിഡ് ഒന്നുണ്ട്. ഗ്ലോസ് കിഡ് വെച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കാണൂലോ. ശരിയാണല്ലോ. എന്താ പിന്നെ ഗൈസ്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഗ്ലോസ് കിഡ് അവിടെ ചിലപ്പോൾ ഉണ്ടായാലോ. ഗൈസ്, ഈ മൈൻക്രാഫ്റ്റിൻ്റെ മ്യൂസിക് കൂടെ ആകുമ്പോൾ എന്ത് പേടിയാവണോ. ഇവിടെ ഹീറോ ബ്രെയിൻ വന്ന പോലെ. ദാ ഗ്ലോസ് ക്യൂട്ട് ഇരിക്കുന്നു. അത് ഗ്ലോസ് ക്യൂട്ട് അല്ല, ദാ അതവിടെ ഇരിക്കുന്നായിരുന്നു. അതിപ്പോ ഒരു സാധനം ഇതാക്കും. നോക്കാം. നല്ല ഗ്ലോ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ പോയി. നല്ല രസമുണ്ട് ഗ്ലോസ് കിഡ് കാണാൻ. അതിനെ കാണാൻ തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിന് എനിക്കറിയില്ലല്ലോ ഇത് ഇവിടെ ഉണ്ടെന്ന്. നീ പറഞ്ഞപ്പോൾ എനിക്കൊരു പിടി കിട്ടി. ഗ്ലോസ് കിഡ് ആയിരിക്കും. ഇതല്ലേ മറ്റേ കോള? ഇത് കുറച്ചൊന്നും എടുക്കാൻ ആവശ്യം വരും. കോളേ എന്താ? മറ്റേ ഈ തീയിലിട്ട കത്തണ സാധനം കോള. അത് കോളല്ല, കോൾ. പക്ഷെ ഇത് കോളല്ല. പിന്നെ ഇത് എന്താ കേസിന് പറയാ? എന്തോ ഇതെന്ന് പറയില്ലേ, കേവിലത്തെ ഒരു സാധനം. ഇതെന്താ മൈനിൻ്റെ ഉള്ളിലാ? അവിടെ ലാപ്പിസ് ഉണ്ടല്ലോ. ലാപ്പിസ് ഉണ്ടല്ലോ. ഡ്രോൺ അതിൻ്റെ കയ്യിൽ മറ്റേ സാധനം ഉണ്ട്. എന്താ കഴിച്ച അതിന് പറയാ? ഇതെന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. പിന്നെ മിസ്റ്ററി ഓഫ് ഇതെങ്ങനെ അങ്ങോട്ട് എത്തുമ്പോൾ കറുപ്പാവണ്? ഓ ഗൈസ്, ഇതാ വീണ്ടും തിളങ്ങിയെന്തോ. വെള്ളം ഇങ്ങനെ തിളങ്ങുക. അതെന്താ? എനിക്കിപ്പോ ഒന്നും കാണാനില്ല ഗൈസ്. ഞാൻ കളിക്കാം കുറച്ച്. എനിക്ക് കളിക്കാൻ അത്രയും നേരം വീഡിയോ ഒക്കെ എടുക്കാൻ നീയായിരുന്നില്ല. നമുക്കൊന്ന് മോളിക്ക് പോയി നോക്കാം. വെള്ളം നമ്മളിപ്പോ ഈ സാധനത്തിന്റെ കണ്ണാണ് ഗ്ലോ ചെയ്ത്. കൊറേ ഇല്ല നമ്മൾ അടിയിലേക്ക് പോകാൻ തുടങ്ങിട്ടു. ബാരക്ക് പോയി നോക്കാം. പിന്നെ നമ്മുടെ കുട്ടി ഡ്രോയിന്റെ കുട്ടി നമുക്ക് കാണാം. നമുക്ക് ആദ്യം മുകളിലെത്തണ്ടേ. ഇതിന്റെ ഇരുണ്ട ഭാവനയിൽ നമ്മള് എന്താടാ നീ ചെയ്യുന്നേ? ഇവർക്ക് മൈൻക്രാഫ്റ്റിനെ പറ്റിയിട്ട് അറിയില്ല. വെറുതെ പറയുന്നതാണ്. അല്ല പിന്നെ എനിക്കറിയില്ല എന്ന്. ഒരു വലിയ പ്ലെയറിന്റെ ചേച്ചിയായ എനിക്കറിയില്ല എന്ന്. ഇവിടെ ഇപ്പൊ ബോറടിക്കാൻ തുടങ്ങി. ഫിഷസ് ഒന്നുമില്ല. പാട്ട് നിന്നു. ഇനി ആ ഇരുണ്ട ഭാവനയിൽ പോയ വീണ്ടും ഇത് വരും. ഒന്ന് മുകളിലെത്തി. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ്. നമ്മള് കാണണം. നമുക്ക് നമ്മുടെ കരന്റെ നടുവില അല്ല, കടലിന്റെ നടുക്ക. നമ്മളിങ്ങനെ എത്രയും പെട്ടെന്ന് ഇത്രയും ദൂരെത്തി. അതന്നെ നമ്മൾ നീതി ഇങ്ങോട്ടെത്തും. ഇനി നമ്മളെങ്ങനെ അങ്ങോട്ട് പോവും? പറന്നിട്ട് പോകണം. പറന്നിട്ട് പോണ്ട ഗൈസ്. എവിടെയെങ്കിലൊക്കെ ഒരു ഇത് കാണുമല്ലോ. ഐലൻഡോ ഗൈസ്? പേടിപ്പെടുത്തണ പാട്ടൊക്കെ മൈൻക്രാഫ്റ്റ് ഇടുന്നുണ്ട് കേട്ടാ. പറഞ്ഞത് ശരിയാ.
അമ്പതാങ്കനി അമ്പതാകുമോ ചന്താമരേ നാമരേ രാമരേ 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 ചാറ്റിൽ ഇതൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം ഗൈസ് അല്ലേ? അയ്യോ 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 എന്തൊക്കെ ഇടണേ? ഓ ഹലോ ഹി ഹെൽ ഹെലി ഹി elephant V അമ്പൾ ഇവിടെ വട്ടം വട്ടം നാരങ്ങ എന്താടാ പോയിക്കഴിഞ്ഞു ആ ബെസ്റ്റ് എന്തൊക്കെ ഇവിടെ അളിക്കണ്ടേ? അളിക്കല്ല അടിക്കുക സോറി. വി വാണ്ട് ഹെൽപ്പ്. എന്തിനാ? നമുക്ക് പറക്കാൻ പറ്റൂല പിന്നെന്താ? എയർപോർട്ട്സ് ഇട്ടിട്ടില്ലേ എന്താ? വി ആർ സെൻഡർ ഇൻ ദ സീ. സെൻഡർ ഇൻ ദ സീ. ഗായ്സ് ഇനി നമുക്ക് ആയുഷ് പ്ലെയറിന് കൊടുക്കാം തുപ്പിടാൻ വേണ്ടി. ഇവിടെ എന്ത് പറയണ്ടേ? എനിക്ക് ഇഷ്ടമല്ല. ഇത് പിടിക്കൂ. എന്ത്? ഒന്നുമില്ല. ഞാൻ വേഗം കളിക്കി. ഞാൻ കളിക്കുന്നുണ്ട് ഗായ്സ്. ഗായ്സ് ഇവിടെ ARX പ്രോ പ്ലെയറിന് കളിച്ചപ്പോൾ കുറച്ച് ആവേശം കൂടിപ്പോയി. ആവേശം കൂടിപ്പോയിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ട്? അയ്യോ ഗായ്സ് രാത്രിയായോ? അപ്പം എന്ത് കടയിൽ കാണാൻ എന്ത് സുഖ അല്ല എന്ത് രസാ. ഗായ്സൊക്കെ സോമ്പിയുടെ സൗണ്ട് കേൾക്കാണ്ട്. അയ്യോ ഗായ്സ് ഞാൻ എങ്ങോട്ടോ പോയി. ഇവിടെ ഭൂമി ഇല്ലേ? ആ ഗായ്സ് ഞാൻ പോവുകയാണ്. ബൈ. ഞാൻ ARX പ്രോ പ്ലെയറിന് കൊടുക്കാം. ഊര് പോയിട്ടൊന്നുമില്ല, വെറുതെ പറഞ്ഞതാ. ഗായ്സ് ഞാൻ ഇപ്പം പോവുകയാണ്. ഓക്കെ ബൈ. ഞാൻ കുറച്ച് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ഓക്കെ ബൈ. വന്നിട്ട് കാണാം. ഈ വന്നിട്ട് കാണാമെന്നല്ല, സോറി, വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യാം ഇതിലേക്ക്. ഗായ്സ് എന്താന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു വെറുതെ പറഞ്ഞാണ്. കടയിക്കുന്നല്ല പോണ്. പിന്നെ അന്ന് ആ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞതാ. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ശരിക്കും ഇയർഫോണിന് ഇടണേ. കാരണം എന്താണെന്നറിയോ? അന്ന് ഞാൻ വീഡിയോ ഇട്ടില്ലേ മൈക്കുള്ളത്, അതില്ലാതെ എങ്ങനെയൊക്കെ മൈക്കുള്ള ഇതിടുക? ആദ്യം തന്നെ ഇയർപോഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. അതിനെന്തോ പറ്റി. ഗൈസ് ഈ നന്ദു ഇവിടെ കുറേ കളം പറയുന്നുണ്ടേ. ഗൈസ് നന്ദുവിനെ കലിപ്പിറങ്ങി. ഞാൻ ഈ വീഡിയോ നിർത്തിക്കഴിഞ്ഞ് അപ്പം എന്നെ കൊല്ലും. അതുകൊണ്ട് ഗൈസ് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒരു 100 ലൈക്സ് അങ്ങോട്ട് അടിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടിയും ചെയ്താൽ നന്നായിരുന്നു. ഗൈസ് ഒരു കരിപ്പഴകിയിട്ട് നാവൊക്കെ പുറത്ത് വരുന്നുണ്ട്. അയ്യോ ഗൈസ് ഞാൻ അങ്ങോട്ടാ പോണ്. എന്തായാലും ഗൈസ് ഞാൻ ഒരു വീടല്ല അക്വേറിയം ഉണ്ടാക്കി. ഇങ്ങനെ അക്വേറിയം ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ കുറേ സോംബി ഉണ്ട്. അയ്യോ ഞാൻ കടയിൽ പോയി വന്ന് ഗായ്സ്. ഭയങ്കര ക്ഷീണം കടയിൽ പോയി വന്ന്. ഗായ്സ് വെറുതെ പറയണ്ട കേട്ടോ. ഇവിടെ തന്നെ ഇരുന്നുണ്ടായിരുന്നു. ഗായ്സ് ഞാൻ കള്ളം പറയില്ല. എന്നാൽ ഇയർപോഡ്സിന് ഞാൻ കള്ളം പറഞ്ഞതല്ല. അവൻ നേരത്തെ ഫസ്റ്റ് നോക്കുമ്പോൾ ഇയർപോഡ്സ് വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണ്ട ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർപോർട്ട്സ് ഇല്ലല്ലോ. അതിവിടെ വേറെ ആൾക്കാർ ഇല്ലേ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് മൈക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആദ്യം ഇയർപോഡ്സ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാളല്ല പറഞ്ഞത്. പിന്നെ കടയിൽ പോയത് സത്യം തന്നെ. ഇപ്പോൾ അല്ല ഗൈസ് എന്നെ വിശ്വസിക്കുക ഗായ്സ്. ഞാൻ കടയിൽ പോയി വന്നത് തന്നെയാണ്. അച്ഛൻ്റെ കൂടെ പോയെന്നുള്ളൂ കേട്ടോ. വിശ്വസിക്കുകയാണെങ്കിൽ 50 ലൈക്സ് അടിച്ചു കഴിഞ്ഞാൽ നന്ദുവിനെ വിശ്വസിക്കും. 100 ലൈക്സ് ആണെങ്കിൽ എന്നെ വിശ്വസിക്കും. ഏതാ അച്ഛൻ നിങ്ങളെ ലൈക്ക് അടിക്കൂ? എന്നെയാണോ നന്ദുവിനാണോ എന്നെ വിശ്വാസം? കമന്റ് ചെയ്യൂ ഗൈസ്. എന്നെ വിശ്വാസം എന്ന് കംപ്ലൈന്റ് ചെയ്യൂ. കംപ്ലൈന്റ് ചെയ്യണ ഗൈസ്. വിശ്വാസം ഇല്ലാണ്ട് കംപ്ലൈന്റ് ചെയ്യണം ഗൈസ്. കംപ്ലൈന്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇവനൊന്നും ശരിയാവും. അയ്യോ ഗൈസ് കംപ്ലൈന്റ് ചെയ്യല്ലേ, കമന്റ് ചെയ്യൂ. അയ്യോ ഗൈസ് കമന്റ് വേണം. കമന്റ് അല്ല കംപ്ലൈന്റ് വേണം. ആദ്യമായിട്ട് ഒരാൾ ചോദിച്ച് പേടിക്കണേ. അങ്ങനെയല്ല, കമന്റ് ചെയ്യണം എന്നാ പറഞ്ഞു. സൂക്ഷിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയി പോവും. പോലീസിന്റെ അടുത്ത് ഹായ് ഗൈസ് അല്ല പ്രോ പ്ലെയർ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്യാൻ. അപ്പൊ നിനക്ക് കിട്ടൂടാ കംപ്ലൈന്റ്. ഗൈസ് അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അറിയാതെ അങ്ങോട്ട് തെറ്റിച്ച് പറഞ്ഞതാ. ഇത് സോറി എന്ന് പറഞ്ഞില്ലല്ലോ. സോറി. അത് ഞാൻ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പറഞ്ഞത്. ഞാനും പറയാൻ നിൽക്കുമ്പോഴല്ലേ നീ പറഞ്ഞ് അല്ല ആണ് അല്ല ആണ് അല്ല അതെങ്ങനെ അല്ല 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 ഗൈസ്. നാളെ നമ്മളൊരു ഫേമസ് പാട്ടിടും. അത് നിങ്ങൾ കേൾക്കണേ. ഏതാ പാട്ട്? ഞാനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ആ പാട്ട്. ഗൈസ് ഇനി നാളെ നോക്കുമ്പോൾ ഏത് പാട്ടാവുന്ന് ഞാൻ നോക്കട്ടെ. ഏത് പാട്ടാവുന്ന് ഗൈസ്. എൻ്റെ മൈക്ക് എടുത്തിട്ട് വള്ളത്തിൽ അല്ല എൻ്റെ വായൻ്റെ ചെയ്തിട്ടില്ല ഗൈസ്. വെള്ളത്തിൽ ഇടുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കായില്ലേ ഗൈസ്? എൻ്റെ മൈക്ക് എടുത്തിട്ട് മറ്റേ എൻ്റെ വായൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ വെക്കണം. എന്താ ഗൈസ് ഇതാവത്ത്? വാട്ട് ഈസ് റോങ് വിത്ത് ദിസ്? നാളെ നമുക്ക് ഒരു ഗെയിം ഇല്ല, നമുക്കൊരു ഫാമിലി ആയിട്ട് കുറച്ച് നേരം ടോക്ക് ചെയ്യാം അല്ലേ? അതെ, പക്ഷെ ഫേസ് റിവീൽ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഫേസ് റിവീൽ വേണം വെച്ചാൽ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആകണം. 100 അല്ല 100K. 100K അല്ല 100 ആണ് കേട്ടോ ഗൈസ്. 100 അയച്ചാൽ നമ്മൾ ഫേസ് റിവീൽ ചെയ്യും. അയ്യോ എന്താ ഗൈസ് 100 ഗൈസ്. എന്തായാലും നോക്കാം ഗൈസ്. എൻ്റെ അക്വേറിയം എന്ന് പറഞ്ഞ ഈ സാധനം റെഡി ആവണില്ലേ? അതിന് പിന്നെ അക്വേറിയം എന്താന്ന് അറിയില്ലേ? എന്താന്ന് അറിയണോണ്ടല്ലേ ഞാൻ ഉണ്ടാക്കണേ. എന്താ സഹായിച്ചത്? എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ള ആരാച്ച അവരെ ഞാൻ ഒന്ന് തീർക്കും. അപ്പോഴേക്ക് ഇവിടുത്തെ ഗ്ലാസ് പൊട്ടി. എന്റെ മൂക്കിനുള്ളിലേക്ക് മൈക്ക് ഇടുന്നു. വെറുതെ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അല്ല ഗൈസ് ശരിക്കും ഇട്ടോ എന്റെ മൂക്കിന്റെ ഉള്ളിൽ ഞാൻ നോക്കി വെറുതെ പറയുന്ന ഗൈസ്. നല്ല ഗൈസ്. അതെ ഗൈസ്, അതെ ഗൈസ്, അതെ ഗൈസ്, അല്ല അതെ അല്ല അതെ അല്ല അതെ അതെ അല്ല അതെ അല്ല അല്ലേ. ഗൈസ് ഇവിടെ കോമഡി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചിട്ട്. നീ ഒരു പാവ് ഭാജി കഴിച്ചോടാ. ബജ്ജിയോ? പാവ് ഭാജി. പൗ ബജ്ജി അതെന്താ സാധനം? അതെന്താന്ന് പോലും പിന്നെ അറിഞ്ഞൂടാ. പൗ ബജ്ജി എന്താ ഗൈസ്? പാവ് ഭാജി പൗ ബാജി എന്താന്ന് പോലും അറിയാത്ത ആള്. അയ്യോടെ സൂഷി എന്താന്ന് എനിക്കറിയോ? ആ ഭാഗ്യം അതേലും അറിയാലോ. സൂഷി അറിയാത്ത ആള് ഉണ്ടോന്നും കൂടി എനിക്കറിയില്ല. ഇതെന്താ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്? ഇതെന്താ അതെ ARX Pro പ്ലെയറിന് വട്ടായോണ്ടായിരിക്കും. ഇപ്പൊ സൈലന്റ് ആയി ഗൈസ്. വട്ടായി എന്ന് പറഞ്ഞപ്പോ സൈലന്റ് ആയി. നമുക്ക് മൈക്ക് എടുത്ത് കണ്ണിൽ വെച്ചാലോ? അയ്യോ ഓക്കെ ഗൈസ് 1 2 3 മൈക്ക് എടുത്ത് കണ്ണിൽ വെക്കാൻ പോവാണ്. എന്റെ അമ്മച്ചി എന്റെ കണ്ണിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണ്ടാവും. ഓ എന്റെ കണ്ണിന്റെ ഉള്ളിൽ കേക്കല്ലേ? ഗൈസ് നിങ്ങൾക്ക് ഡോൾഫിൻസിന് ഇഷ്ടമാണ് വെച്ചാൽ ലൈക്ക് ചെയ്യൂ. ബട്ടർഫ്ലൈസിന് ഇഷ്ടമാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനൊന്നും ഇല്ല ഗൈസ്. എന്റെ മൈക്കിന്റെ സാനൂരി സ്പോഞ്ച് എന്തിനാന്ന് ചെയ്തിട്ടില്ല. നീ എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞു പോകുന്ന സാധനം ഞാൻ എന്താ ചെയ്യാനാ? എന്തിനാ അഴിക്കണേ? അത് അഴിഞ്ഞു പോവാണ്. അഴിഞ്ഞു പോവാ. നീ ലൂസാക്കി വെച്ചിട്ട് പിന്നെ അഴിഞ്ഞു പോവാ. അതിനകത്തെങ്ങനെ ടൈറ്റ് ആക്കാൻ പറ്റുക? ഇത് ടൈറ്റ് ആയിരുന്നു. നീ ഇങ്ങനെ എടുത്ത് അവസാനം ലൂസായി. പിന്നെ ഇങ്ങനെ ലൂസായിട്ട് ഓടി പോവാ. ഞാന് എടുത്തിട്ടില്ലല്ലോ. എടുക്കണ്ട. നീയാണ് ആദ്യമായിട്ട് എടുത്ത്. അല്ല നീ അടുത്ത്. അല്ല നീ നീ അവരുടെ ചെവിയുടെ തിരുമന്റെ ഇപ്പൊ നീ അടുത്ത് പത്തർപ്പിക്കും. ഇനി അങ്ങനെ ചെയ്യും. തിലമന്റെ ഷോന്ന് പറയും. ഗായ്സ് ARX Pro പ്ലെയർ സൈലന്റ് ആയി. ഗൈസ് ARX Pro പ്ലെയർ ചാമ്പ്യൻ ആണ് കേട്ടോ. കാരണം ARX Pro പ്ലെയറിന് സ്കേറ്റിംഗ് അറിയാം. ഫസ്റ്റ് പ്രൈസും തേർഡ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. ജനുവരിയിലാണ് കിട്ടുക, ഇപ്പോഴല്ല. അത് ശരിയാ. എന്നെ സ്കേറ്റിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കുക. ശരിയുള്ള നേരെ പഠിക്കണില്ലേ? ഞാൻ നേരെ പഠിക്കുന്നുണ്ട്. ഞാൻ അടിപൊളിയായിട്ട് ഇപ്പൊ ഓടിക്കുന്നുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് ഒരു സ്കേറ്റിംഗ് ക്ലാസ്സും കൂടി ഇടയ്ക്ക് വെക്കുന്നതായിരിക്കും. അതെന്താ സ്കേറ്റിംഗ് ഇങ്ങനെ പറഞ്ഞ്? ഇടയ്ക്ക് ഓരോ ദിവസം ഒരു സ്കേറ്റിംഗ്. അതിന് ഫേസ് റിവീൽ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യണ്ട, കാലിന്റെ മുട്ട് വരെ കാണിച്ചാൽ മതി. മുട്ട് വരെ കാണിക്കാൻ. അപ്പൊ ബോഡി ബെൻഡ് ചെയ്യണത് എങ്ങനെ കാണിക്കുക? ബോഡി ഫേസ് റിവീൽ നമുക്ക് മറിച്ചാ പോരെ. അതെങ്ങനെ മറക്കുക? ആ അത് മറന്നുപോയി. എന്തത് ഗൈസ്? നിങ്ങൾക്ക് ഫേസ് കാണണമെന്നുണ്ടെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കും ഗൈസ്. 100 അല്ല 1000. എന്റെ ചാനലാ, ഞാൻ തീരുമാനിക്കും. അതെങ്ങനെ? ഞാൻ ചില വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ മെയിൻ ഗിഫ്റ്റ് ആയിട്ടാണ് ഗൈസ്. മെയിൻ ഗിഫ്റ്റ് ഗിഫ്റ്റാ? ഗിഫ്റ്റ് അല്ല, ഗസ്റ്റ്. കള്ളൂല അറിഞ്ഞൂടെ? കള്ളൂറോ? ഗൈസ് എന്തൊക്കെ പറയണ്ട് ഗൈസ്. ഇവൻ ചെവി പൊട്ടനാന്ന് ഇപ്പഴാണ് അറിയുന്നത്. ചെവി പൊട്ടാനോ? ഗൈസ് നമുക്ക് കുറച്ച് ശാന്തി ആയാലോ? ആരും മിണ്ടാൻ പാടില്ല. ആദ്യം മിണ്ടുന്ന ആളെ കുരങ്ങൻ.
Guys, I am ARS pro player. റിവേഴ്സ് കാർഡ്. അയ്യോ എൻ്റെ അടുത്ത് ഉനോ ഇല്ല. കൊള്ളാം. ഉനോ ഇല്ലെങ്കിലേ ഒരു ഉനോ കാർഡ് പോയി മേടിക്കും. ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് വരാം. ഞാൻ മേടിക്കണം. എൻ്റെ മൈക്ക് അവിടെ ഗൈസ്. ഞാൻ പോയി മേടിച്ചിട്ട് എൻ്റെ മൈക്കിന് സ്പോഞ്ച്. അയ്യോ ഗൈസ് ഞാൻ പോരാ. എവിടെ എൻ്റെ ഗൈസ് എൻ്റെ മൈക്ക് എടുത്തോണ്ട് പോരാ. യെസ് ഗൈസ് കിട്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ നന്ദു പോയിണ്ടേ. ഗൈസ് പക്ഷെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് സ്പോഞ്ച് അറിയാതെ സ്റ്റെപ്പിൻ്റെ മേലിരുന്ന് വീണു. എന്നിട്ട് ആ സോഫയിൽ കിടക്കണ്ടായിരുന്നു. അയ്യോ ഗൈസ്, ഇത് പൊട്ടിക്കാൻ ഭയങ്കര പണിയാ. ഗൈസ് നമ്മുടെ നന്ദു ഗൈസ്, ഇനി ഞാൻ ആയുഷ് അറിഞ്ഞെടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ കട്ടീസ് ഇട്ടിട്ട് പോവുകയാണ്. കട്ടീസോ? ബൈ ബൈ കട്ടീസ്, ഞാൻ പോവാണ്. ബൈ. ഞാൻ മൈൻക്രാഫ്റ്റിലേ വെള്ളത്തിലല്ലേ നിൽക്കണേ. അങ്ങനെ വെള്ളം എൻ്റെ മൂക്കിൽ കയറിട്ടേക്ക് തുമ്മാൻ വന്നു. ഓ എന്തൊക്കെയാ കഴിച്ചേനെ? അയ്യോ ഗായ്സ്, നിങ്ങളല്ലേ പറഞ്ഞിട്ടോ? ഞാൻ ഇന്നന്ത് കുമാർ എസിനെ പറഞ്ഞു. നമുക്ക് സാൻഡ് വേണം. ഓ അയ്യോ ഗൈസ് സാൻഡ്. അയ്യോ സാൻഡ് എന്തിനാ? നടക്കാൻ. അയ്യോ മീനെ എന്ന് മാറുക. അയ്യോ മീൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് പ്രവേശനമില്ല. അയ്യോ എന്നെ പോവാൻ സമയത്ത് വെള്ളേ. എൻ്റെ അമ്മച്ചി പോവാനും പറ്റില്ല. അയ്യോ ഗൈസ്, ഞാൻ എന്നെ കൊന്നു. അതാ അതിനെ കൊന്നു. ഓക്കെ, ഇനി നമുക്കത് ഫുള്ള് ഗ്ലാസ് ബ്ലോക്ക് ആക്കാം. പക്ഷെ എൻ്റെ പൊന്നത് എന്ത് സാധനത്? മച്ചാക്കുള്ളാസി അല്ലുഷ. അയ്യോ എന്തൊരു സൗണ്ട്. ഒരു മിനിറ്റ്. അയ്യോ സ്ലാസ് അല്ല, ഗ്ലാസ്. ഓക്കെ, മുസ്തസ്തു മുസ്തത്തനോ അതാ മുസ്ത. പപ്പ ഇഷ്ടമോ?
എവിടെ ഒരു മീൻ ഇത് കിടക്കണത് കണ്ടല്ലോ. ഇതെവിടെ? ആ അവിടെ മീനെ അങ്ങോട്ട് പോ, കുറച്ചങ്ങോട്ട് ചാടിയാൽ മതി. അയ്യോ ഈ മീനിനെ കൊണ്ട് ആ മീൻ ചത്തു. ഞാനെന്ത് ചെയ്യാനാ ഗൈസ്? ഓക്കെ ഗൈസ്, നമുക്കിത് ഫുള്ള് പൊടിച്ചാട് ഗ്ലാസ് ആക്കണം, ഗ്ലാസ് ബ്ലോക്ക് ആക്കണം. നമ്മുടെ നന്ദു ഇവിടുന്ന് പോയി, അതുകൊണ്ട് ഇപ്പം അത്ര സൗണ്ടൊന്നുമില്ല. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ആ ഇതാ പോയി. അയ്യോ ഹായ് ഗായ്സ്. ആ അതാ വീണ്ടും തിരിച്ചെത്തി. ഞാൻ തിരിച്ചെത്തിട്ടൊന്നുമില്ല, നിന്റെ അടുത്ത് മിണ്ടിടാൻ വന്നതാ. നിന്റെ കണ്ണു കുത്തി പൊട്ടിക്കും. അപ്പുറത്തെ കണ്ണു. ഓ നെറ്റി ചെവിയിൽ ഇയർഫോൺ ഇട്ടുണ്ട്. എന്നെ അടുത്ത് കളഞ്ഞു. എൻ്റെ ചെവിയിൽ കളഞ്ഞ്. ആ അയ്യോ എൻ്റെ ഇയർഫോണ് പറഞ്ഞ കളഞ്ഞു. ഇപ്പോഴാ അറിയണേ. ഇപ്പോഴറിയുന്നില്ല ഗൈസ്. അയ്യോ ഞാൻ ഇവനിപ്പോ യൂസ് ചെയ്യണത് ഏത് കമ്പനിയാന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അറിയണവർക്ക്. അയ്യോ അറിയണവരല്ല, അറിയാത്തവർ അല്ല, അറിയാത്തവരല്ല, സോറി. അത്